അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അള്ളാഹുവിൻ്റെ ദിക്റിൻ്റെ മജ്ലിസ്, അതിൻ്റെ മഹത്വം പറഞ്ഞറിയിക്കുക എന്നത് ഒരാളെ കൊണ്ടും കഴിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിങ്ങൾ സ്വർഗത്തോട്ടങ്ങളിൽ കൂടി നടന്നു പോകുമ്പോൾ നല്ലതുപോലെ മേഞ്ഞു തിന്നണം. ഒരാൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, സ്വർഗത്തോട്ടങ്ങൾ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദിക്റിൻ്റെ ഹൽക്കകളാണ്. ആർക്കെങ്കിലും ഈ മജ്ലിസുകളിൽ എത്താനുള്ള ഭാഗ്യം സിദ്ധിച്ചാൽ അത് ഏറ്റവും വലിയ സമ്പത്തായി കണക്കാക്കണമെന്നതാണ് ഇവിടുത്തെ ഉദ്ദേശം. കാരണം ഇവ ഈ ലോകത്തിൽ തന്നെയുള്ള സ്വർഗത്തോട്ടങ്ങളാണ്. വല്ല പുൽത്തകിടിയിലോ തോട്ടത്തിലോ മൃഗം മേയാൻ തുടങ്ങുമ്പോൾ സാധാരണ വിരട്ടൽ കൊണ്ടൊന്നും അത് മാറുന്നതല്ല. ഉടമസ്ഥൻ്റെ അടിയും മറ്റും സഹിച്ചുകൊണ്ടിരിക്കുകയല്ലാതെ അവിടെ നിന്ന് മുഖം തിരിക്കുന്നതല്ല. ഇതേ രീതിയിൽ ദിക്ർ ചെയ്യുന്നവരും ദുനിയവിയായ പ്രയാസങ്ങളും തടസ്സങ്ങളും കാരണമായി അവിടെ നിന്ന് മുഖം തിരിക്കാതിരിക്കേണ്ടതാണ്. ഇതാണ് നല്ലതുപോലെ മേയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വിധത്തിലുള്ള ആപത്തും സ്വർഗത്തിൽ ഇല്ലാത്തതുപോലെ ഈ മജ്ലിസുകളും ആപത്തിൽ നിന്ന് സുരക്ഷിതമായിരിക്കുന്നതിനാലാണ് സ്വർഗത്തിൻ്റെ തോട്ടങ്ങൾ എന്ന് പറഞ്ഞത്. ഹൃദയങ്ങൾക്ക് ശിഫയാണ് അള്ളാഹുവിൻ്റെ ദിക്ർ എന്ന് മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് മനസ്സിലുണ്ടാകുന്ന അഹങ്കാരം, അസൂയ, കുശുമ്പ് മുതലായ എല്ലാ രോഗങ്ങൾക്കും ചികിത്സയാണ്. ഹദ്റത്ത് അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൻ്റെ സന്നിധിയിൽ ഒരാൾ വന്ന്, താങ്കൾ അകത്തു പോകുമ്പോഴും വെളിയിൽ വരുമ്പോഴും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും മലക്കുകൾ താങ്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. ആവശ്യമുണ്ടെങ്കിൽ മലക്കുകളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്കും കഴിയുന്നതാണ് എന്ന് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു. പിന്നീട് ഈ ആയത്ത് ഓതി, യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. സത്യവിശ്വാസികളെ, നിങ്ങൾ വളരെ കൂടുതലായി അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുകയും രാവിലെയും വൈകുന്നേരവും തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യണം. അള്ളാഹു തആലയുടെ അനുഗ്രഹവും മലക്കുകളുടെ ദുആയും നിങ്ങളുടെ ദിക്റിൻ്റെ പേരിലാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ എത്രമാത്രം ദിക്ർ ചെയ്യുന്നുവോ അത്രമാത്രം അവിടെ നിന്നുള്ള ദിക്റും ഉണ്ടാകുന്നതാണ് എന്നതാകാം പ്രസ്തുത ആയത്തിൻ്റെ സൂചന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിങ്ങളിൽ ആർക്കെങ്കിലും രാത്രിയിൽ പരിശ്രമിക്കുന്നതിന് ശേഷിയില്ലാതാവുകയും പിശുക്ക് കാരണമായി ധനം ചിലവഴിക്കാൻ സാധിക്കാതെ വരികയും പേടി കാരണമായി യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ അവൻ അധികമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്തു കൊള്ളട്ടെ. അള്ളാഹുവിൻ്റെ ദിക്റിനെ വർദ്ധിപ്പിക്കുന്നത് മൂലം സുന്നത്തായ ഇബാദത്തുകൾ ഉണ്ടാകുന്ന എല്ലാവിധ കുറ്റങ്ങളും പരിഹരിക്കുന്നതാണ്. അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നിവേദനം ചെയ്തിരിക്കുന്ന ഒരു ഹദീസ്, അള്ളാഹുവിൻ്റെ ദിക്ർ ഈമാനിൻ്റെ ലക്ഷണവും നിഫാഖിൽ നിന്ന് മോചനവും ശൈത്വാനിൽ നിന്ന് കാവലും നരകാഗ്നിയിൽ നിന്ന് രക്ഷയുമാണ് എന്നതാണ്. ഈ പ്രയോജനങ്ങൾ കാരണമായിട്ടാണ് അള്ളാഹുവിൻ്റെ ദിക്ർ ഒട്ടേറെ ഇബാദത്തുകളെക്കാളും ശ്രേഷ്ഠമായി മഹത്തുക്കളായ പണ്ഡിതന്മാരാൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ശൈത്വാന്റെ ആധിപത്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ദിക്റിന് വലിയ പ്രാധാന്യമുണ്ട്. ദിക്ർ ചെല്ലുന്നവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. ശൈത്വാൻ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്നത്? അതേക്കുറിച്ചൊരു ഹദീസ് ഇപ്രകാരം പറയുന്നു, ശൈത്വാൻ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആധിപത്യം ചെലുത്തുന്നതിനായി മുട്ടുകുത്തി ഉറച്ചിരിക്കുന്നതാണ്. അവൻ അള്ളാഹുവിൻ്റെ ദിക്ർ ചെയ്യുമ്പോൾ ഈ ശൈത്താൻ ദുർബലനും നിന്ദ്യനുമായി പിന്മാറുന്നു. മനുഷ്യൻ വിസ്മൃതനാകുമ്പോൾ അഥവാ അള്ളാഹുവിൻ്റെ ദിക്റിനെ മറന്നു പോകുന്ന ഘട്ടത്തിൽ ഈ ശൈത്താന് വസ്വാസ് ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ഇതുകൊണ്ടാണ് ബഹുമാന്യരായ സൂഫിയാക്കൾ അധികമായി ദിക്ർ ചെയ്യിക്കുന്നത്. അത് കാരണം അവൻ്റെ വസ്വാസുകൾക്ക് ഹൃദയത്തിൽ ഇടമുണ്ടാകുന്നതല്ല, അവനോട് എതിരിടാൻ സാധിക്കത്തക്ക നിലയിൽ ഹൃദയം ദൃഢമാവുകയും ചെയ്യും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ബഹുമാന്യരായ സ്വഹാബാക്കൾക്ക് ഈ കൽബിയായ ശക്തി ഉന്നത നിലയിൽ ലഭ്യമായതുകൊണ്ട് ആവർത്തന രീതികൾ ഏർപ്പെടുത്തേണ്ട ആവശ്യം അവർക്ക് നേരിട്ടിരുന്നില്ല. എന്നാൽ ഈ കാലത്തെ ശൈഖമാർ നിരവധിയായ ദിക്റുകളിൽ പരിശീലനമാണ് തങ്ങളുടെ ശിഷ്യന്മാർക്ക് നൽകി വരുന്നത് എന്ന് ത്വരീഖത്തുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലവുമായിട്ട് ഈ കാലത്തിന് എത്രയോ വ്യത്യാസമുണ്ട്. ഒരു മഹാന്റെ സംഭവം ഇങ്ങനെ രേഖപ്പെടുത്താവുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്. ശൈത്താൻ വസ്വാസ് ഇടുന്ന രീതി തനിക്ക് പ്രത്യക്ഷമാകണമെന്ന് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം കണ്ടു, ഹൃദയത്തിൻ്റെ ഇടതുഭാഗത്ത് തോളിന് താഴെ കൊതുകിൻ്റെ രൂപത്തിൽ അവൻ ഇരിക്കുന്നു. മുഖത്തുള്ള ഒരു നീണ്ട തുമ്പിക്കൈ സൂചിയുടെ രൂപത്തിൽ ഹൃദയഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. ദിക്ർ ചെയ്യുന്നവനായി അവനെ കണ്ടാൽ പെട്ടെന്ന് ആ തുമ്പിക്കൈ വലിച്ചെടുക്കുന്നു. വിസ്മൃതനായി കണ്ടാൽ പെട്ടെന്ന് ആ തുമ്പിക്കൈ വഴിയായി ഇഞ്ചക്ഷൻ്റെ രീതിയിൽ ഹൃദയത്തിൽ വസ്വാസുകളും പാപങ്ങളുടെ വിഷവും നിറക്കുന്നു. ഈ ആശയം മറ്റൊരു ഹദീസിലും വന്നിട്ടുണ്ട്. അതിപ്രകാരമാണ്: ശൈത്താൻ തൻ്റെ മൂക്കിൻ്റെ മുൻഭാഗം മനുഷ്യൻ്റെ ഹൃദയത്തിന്മേൽ വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവൻ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുമ്പോൾ നിന്ദിതയോടുകൂടി അവൻ പിന്മാറുകയും വിസ്മൃതനാകുമ്പോൾ അവൻ്റെ ഹൃദയത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയിരിക്കുന്ന സന്ദേശം തങ്ങൾ ഇങ്ങനെ പറയുന്നതായി ഒരു ഹദീസിൽ വായിക്കാം: ഭ്രാന്തന്മാരെന്ന് ജനങ്ങൾ വിളിക്കുവാൻ തുടങ്ങുമ്പോഴും അത്ര അധികമായി അള്ളാഹുവിൻ്റെ ദിക്ർ ചൊല്ലണേ. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ: ലോകരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവർ എന്ന് നിങ്ങളെ മുനാഫിക്കുകൾ വിളിക്കുവാൻ തുടങ്ങത്തക്ക വിധം ദിക്ർ ചൊല്ലണം. ലോകരെ കാണിക്കുവാൻ വേണ്ടി ചെയ്യുന്നവർ എന്നോ ഭ്രാന്തൻ എന്നോ മുനാഫിക്കുകളോ വിഡ്ഢികളോ വിളിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇത്ര വലിയ സമ്പത്ത് ഉപേക്ഷിക്കരുതെന്നും പ്രത്യുതായി കൂട്ടർ നിങ്ങളെ ഭ്രാന്തന്മാരെന്ന് കരുതി വിട്ടു പോകത്തക്കവണ്ണം വളരെ കൂടുതലായും ശ്രദ്ധയോടും കൂടി ദിക്ർ ചൊല്ലണമെന്നുമാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്നു: ദിക്റൊഴിച്ചുള്ള ഒരു കാര്യത്തെയും അല്ലാഹു തആല ഒരു അതിര് നിശ്ചയിക്കാതെയും പിന്നീട് ഇതിനുള്ള ഒഴിവ് കഴിവ് സ്വീകരിക്കാതെയും ദാസന്മാരുടെ മേൽ ഫർളാക്കി കൽപ്പിച്ചിട്ടില്ല. അതിനൊരു അതിരും നിശ്ചയിച്ചിട്ടില്ല. ബുദ്ധിയുള്ളിടത്തോളം കാലം ആരെയും ഉതിരുള്ളതായി അംഗീകരിച്ചിട്ടുമില്ല. എന്തെന്നാൽ പരിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്: ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, അല്ലാഹു തആലയെ വളരെ കൂടുതലായി ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുക എന്നത്. രാത്രിയിലും പകലും, കാട്ടിലും കടലിലും, യാത്രയിലും നാട്ടിലും ദാരിദ്ര്യത്തിലും സമ്പന്നതയിലും സുഖത്തിലും രോഗത്തിലും പതുക്കെയും ഉറക്കെയും എല്ലാ അവസ്ഥയിലും അള്ളാഹുവിന് ദിക്ർ ചൊല്ലുകയാണ് നമ്മുടെ കടമ. അള്ളാഹു നമ്മെ ദാക്കിര്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരു വീട്ടിലെയും വിജയത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.